എന്നെ രക്ഷിക്കുവാൻ ചൊരിയപ്പെട്ട രക്തം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും രക്ഷിക്കുവാൻ ചൊരിയപ്പെട്ട രക്തം. ഹല്ലേലൂയ. അതിനുവേണ്ടി പല രക്തം ചൊരിയപ്പെട്ടിട്ടില്ല, പല വ്യക്തികൾ ക്രൂശിൽ മരിച്ചിട്ടില്ല. ഒരേ ഒരുവൻ മാത്രം ക്രൂശിൽ മരിച്ചു, ഒരേ ഒരുവൻ മാത്രം നമുക്ക് വേണ്ടി രക്തം ഊറ്റിത്തന്നു. അതുകൊണ്ട് പല ഭാഷയില്, പല ജാതിയില്, പല വർണ്ണത്തില്, പല സാഹചര്യത്തിലുള്ളവരായ നമ്മളെ ഓരോരുത്തരെ ഓരോ കുടുംബത്തിന്റെ അംഗങ്ങളാക്കി ദൈവം ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നിരിക്കുമ്പോ വേർപാടിന്റെ നടുച്ചുവലുകൾ ഇതിന്റെ നടുവിൽ ഉണ്ടാകരുത്. ദൈവമക്കളെ, നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും കോണുകളിൽ ഒരു വേർതിരിവിന്റെ നടുച്ചുവലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സഹായത്തോടെ ആ മതിൽ ഇടിയട്ടെ, ആ ചുവൽ ഇടിയട്ടെ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവജനം തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഇതിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഒഴുകിയിറങ്ങുവാൻ ഇടവരും. പ്രൈസലോ, അവൻ ഒരു ചാലക ശക്തി പോലെ ഇതിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടവരും. ഓരോ ദൈവജനത്തെയും ആത്മാവ് സ്പർശിക്കുവാൻ ഇടവരും. ഓരോ ദൈവജനത്തെ ആത്മാവ് ശക്തീകരിക്കുവാൻ ഇടവരും. പ്രൈസലോ, ദൈവവൈതലേ, നിന്റെ ഹൃദയത്തിന്റെ ആ കാഠിന്യം ഒന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ച, കണ്ണുനീരൊഴുക്കേണ്ടതുപോലെ കണ്ണുനീരൊഴുക്കുക. നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് നീക്കിക്കളയേണ്ടതിനെ ഇന്നു പകൽക്കാലം നീക്കിക്കളഞ്ഞാൽ അവൻ ദൈവശക്തി വ്യാപരിക്കുന്ന ഇടത്ത് നീ മാത്രം ജീവനില്ലാത്ത കല്ലുപോലെ മാറിക്കിടക്കേണ്ട വരത്തില്ല. ഇന്നു പകൽക്കാലം നിന്നെയും ജീവിപ്പിക്കുവാൻ അത് വളരെ ശക്തിയുള്ളതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ചർച്ചക്കാർ വിശ്വാസത്തിലേക്ക് വരാത്തവരുണ്ടായിരിക്കുക. ആമേ പ്രൈസ്. അല്പസമയം ആമേ കണ്ടെത്തി ആമേ ചെറുതായിട്ട് അവരൊന്ന് വിസിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. അവരുടെ കുശല അന്വേഷണങ്ങൾ അന്വേഷിക്കണം. ആമേൻ. അന്ന് സുവിശേഷം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആമേ വീണ്ടും 1-2 പ്രാവശ്യം ആമേ സമയബന്ധിതമായി ഇവിടെ കടന്നു എന്ന് ലഭിക്കുന്ന ഒരിടത്ത് ആമേ പ്രാർത്ഥനയോടെ പോയാൽ യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ നമുക്കൊരു അവസരം ലഭിക്കും. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേ. നമുക്ക് അവസരങ്ങളുണ്ട് ദൈവമക്കളെ. എനിക്ക് ഡ്യൂട്ടിയൊന്നും ഇല്ലെന്ന് നമ്മൾ ചിന്തിച്ച ഒരു ഡ്യൂട്ടിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരുങ്ങുക. ദൈവത്തിന്റെ വചനം നമുക്ക് ആഹ്വാനം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമുക്ക് അല്പസമയമായിരിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവന് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പ്രൈസ്. വളരെ പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആമേൻ. ഇന്നലെ ഉപവാസ പ്രാർത്ഥനയിൽ 1 പത്രോസ് ആമേൻ 4-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളാണ് സംസാരിക്കുവാൻ ഇടവന്നത്. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ എന്നെ ഗൈഡ് ചെയ്ത ഒരു വേദഭാഗമാണ് 1 പത്രോസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ. പ്രൈസലോ. ഈ പത്രോസിൻ്റെ ലേഖനം പത്രോസ് എഴുതുന്നത് ആമേൻ AD ഏകദേശം 65 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ക്രിസ്തീയ സഭ ശക്തമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പ്രൈസലോ. അങ്ങനെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി, അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ
എഴുതപ്പെട്ട ഒരു ലേഖനമായിട്ട് ഈ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനകത്ത് രണ്ട് പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. ഒന്ന് കഷ്ടത, ആമേൻ. രണ്ട് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് നിമിത്തമായിട്ട് നമുക്ക് ലഭിച്ച ജീവനുള്ള ആ പ്രത്യാശയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവനുള്ള ആമേ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ വരുവാനുള്ള രക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വരുവാനുള്ള രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന ആ വാക്യം ഇതാണ്: കൃപയാൽ, ഹല്ലേലൂയ, നമ്മളെ എന്ത് ചെയ്തിരിക്കുക? വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തിനു വേണ്ടിയാ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്? ഭാഗ്യകരമായ ഒരു പ്രത്യാശ, വരുവാനുള്ള ആ രക്ഷ, അല്ലെങ്കിൽ ആമേ പ്രിയാച്ചാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ നിത്യ ജീവന്റെ അനുഭവത്തിനായിട്ട്, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്? ആമേൻ. അതിന്റെ 1:18 എഴുതിയിരിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കുഞ്ഞാടിന്റെ വിലയേറിയ ആ രക്തം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 23-ാമത്തെ വാക്യത്തിൽ നോക്കിയാട്ടെ: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു? ആമേ, വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു, വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിക്കോദെമസിനോട് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. അതായത് ആമേ, വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടു, വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടു, ആത്മാവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടു. എന്തിനു വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ടു? ഒരു വലിയ പ്രത്യാശ നമ്മുടെ മുമ്പിലേക്ക് തന്നു. എന്തുകൊണ്ട് പ്രത്യാശ? യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് നമുക്ക് പ്രത്യാശ. എന്താ പ്രത്യാശ? വരുവാനുള്ള രക്ഷ. കർത്താവ് മടങ്ങി വന്ന് നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ള ഒരു വലിയ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിലേക്ക് ദൈവം നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലുള്ള ഈ രക്ഷയ്ക്കകത്ത് ആമേൻ 1-ാമത്തെ അധ്യായം 3 കാര്യം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഒന്നാണ് ആമേ പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ. രണ്ടാമത്തെ കാര്യം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട അവസരം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം കൊടുക്കുന്ന അവസരം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ആമേൻ ഒരു കാര്യം, സഹോദര പ്രീതിയില് ആമേ പ്രൈസ് ദി ലോർഡ് പരസ്പരം സ്നേഹിച്ച് ഒരു കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന മഹത്വകരമായ ഭാഗ്യകരമായ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലൂടെ അവന്റെ രക്തത്താൽ വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളെ, ആമേൻ, ഈ ഭൂമിയിൽ അഡ്രസ് വെച്ച് നോക്കിയാൽ പല കുടുംബത്തിലുള്ള വ്യക്തികളാണ്, ആമേ പല ആമേൻ സാഹചര്യങ്ങളിലുള്ള വ്യക്തികളാണ്. എന്നാൽ തിരുവചനം പറയുന്നു, ഏതൊക്കെ ആമേ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിൽ നിന്നാണെങ്കിലും വീണ്ടും ജനിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായി തീരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ സഹോദര പ്രീതിക്ക് വളരെയധികം പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. ആമേ സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടതുപോലെ ഇസ്രായേലിയ ജനം, ഹല്ലേലൂയ, അവരെ ദൈവം വിളിച്ചത് അതിലൂടെ ജാതികൾക്ക് വിടുതൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ, ഇസ്രായേലും ജാതികൾക്കും ഇടയിൽ ഒരു നടുച്ചുവരുണ്ടായിരുന്നു, വേർപാടിന്റെ നടുച്ചുവര്. അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ചാക്കി. ഹല്ലേലൂയ. അപ്പൊ ദൈവ കുടുംബത്തിന്റെ അംഗ
അംഗങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇസ്രായേലുമുണ്ട്, ജാതീയനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. വ്യത്യാസങ്ങളൊന്നും പറയുവാനില്ല, വ്യതിയാനങ്ങളൊന്നും പറയുവാനില്ല. ദൈവസന്നിധിയിൽ എല്ലാവരും സമന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവസന്നിധിയിൽ എല്ലാവരും തുല്യമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എന്നെ രക്ഷിക്കുവാൻ ചൊരിയപ്പെട്ട രക്തം തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും രക്ഷിക്കുവാൻ ചൊരിയപ്പെട്ട രക്തം. ഹല്ലേലൂയ. അതിനുവേണ്ടി പല രക്തം ചൊരിയപ്പെട്ടിട്ടില്ല, പല വ്യക്തികൾ ക്രൂശിൽ മരിച്ചിട്ടില്ല. ഒരേ ഒരുവൻ മാത്രം ക്രൂശിൽ മരിച്ചു, ഒരേ ഒരുവൻ മാത്രം നമുക്ക് വേണ്ടി രക്തം ഊറ്റിത്തന്നു. അതുകൊണ്ട് പല ഭാഷയില്, പല ജാതിയില്, പല വർണ്ണത്തില്, പല സാഹചര്യത്തിലുള്ളവരായ നമ്മളെ ഓരോരുത്തരെ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാക്കി ദൈവം ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നിരിക്കുമ്പോ വേർപാടിന്റെ നടുച്ചുവലുകൾ ഇതിന്റെ നടുവിൽ ഉണ്ടാകരുത്. ആമേൻ. ഹല്ലേലൂയ. നമ്മള് പരസ്പര സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം ഉണ്ടാകുന്നുവെങ്കിൽ ആമേൻ, എല്ലാവരെയും മനസ്സു തുറന്ന് സ്നേഹിക്കുക, എല്ലാവരെയും മനസ്സു തുറന്ന് കരുതുക. ആമേൻ. എല്ലാവർക്കും വേണ്ടി മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടും ജനനത്തിലൂടെ ഒരു കാര്യം വചനം വ്യക്തമായി വിളിച്ചു പറയുക, ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിലർ ഒറ്റയ്ക്കായിരിക്കാം വിശ്വാസത്തിലേക്ക് വന്നത്, കുടുംബം വിട്ടിറങ്ങി കാണാം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ആമേൻ മാതാപിതാക്കളെ ദൈവം തന്നിട്ടുണ്ട്. അത് എവിടെയാണെന്നറിയാമോ? ദൈവസഭയ്ക്കകത്ത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മൾ മനസ്സ് തുറന്ന് ഈ വചനത്തെ ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ മാറിയിട്ട് ഹൃദയം ഒന്ന് വിശാലമാക്കി എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും ഹല്ലേലൂയ കരുതുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവസഭയ്ക്ക് ഇടവരുമെന്ന് തിരുവചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മേശയിൽ അപ്പം നുറുക്കുമ്പോ ആമേ പല അപ്പം ഇവിടെ കൊണ്ട് വെച്ചിട്ടില്ല, ഒറ്റ അപ്പമാ വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വലിയ കൺവേർഷനൊക്കെ ആണെങ്കിൽ ഒത്തിരി അപ്പങ്ങൾ വെക്കേണ്ട സാഹചര്യം വരും. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ഒറ്റ അപ്പം വെച്ചിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആമേ പ്രൈസ് ദി ലോർഡ്, ഒരു ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേ പ്രൈസ് ദി ലോർഡ്. പലരായിരിക്കുന്ന നാം ആമേൻ ആ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ നുറുക്കത്തിലൂടെ ഒന്നായി തീർന്നിരിക്കുന്ന ആത്മീയ സത്യം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കളെ, നമ്മുടെ മനസ്സിന്റെ ഏതെങ്കിലും കോണുകളിൽ ഒരു വേർതിരിവിന്റെ നടിച്ചുവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ സഹായത്തോടെ ആ മതിലിടിയട്ടെ, ആ ചുവരിടിയട്ടെ. മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കരുതുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ദൈവജനം തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇതിന്റെ അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഒഴുകിയിറങ്ങുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ചാലക ശക്തി പോലെ ഇതിന്റെ അകത്തളങ്ങൾ വ്യാപരിക്കുവാൻ ഇടവരും. ഓരോ ദൈവജനത്തെയും ആത്മാവ് സ്പർശിക്കുവാൻ ഇടവരും. ഓരോ ദൈവജനത്തെ ആത്മാവ് ശക്തീകരിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. നദിക്കകത്ത് ചില സമയത്ത് ഈ ബണ്ടൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ? ഈ വെള്ളം അപ്പുറത്തേക്ക് ഒഴുകത്തില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു ആമേൻ നടുച്ചുവൽ ഉയർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ? പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് തടയപ്പെടുവാൻ ഇടവരും. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ഇവിടെ ഈ ഫ്രണ്ട് തൊട്ട് അങ്ങ് ബായ്ക്ക് വരെ ഹല്ലേലൂയ ഒരുപോലെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമായി തീരണമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ, മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സ് തുറന്നൊന്ന് കരുതുക. എന്നെ ഇന്ന് പകൽക്കാലം ശക്തീകരിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ
ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എന്റെ ദൈവം പകരുകയാണ്. അവരെ ദൈവം ശക്തീകരിക്കുകയാണ്, അവരെ ദൈവം ബലപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്കുക, ഒന്നാമതായിട്ട് നമ്മളെല്ലാം ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ കടന്നു വരാകയാൽ സകല ദുഷ്ടത, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയ, എല്ലാ നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് എത്ര രുചിയുള്ള ഭക്ഷണം കൊണ്ട് വെച്ചാലും ആ വ്യക്തി പറയും ഇനി കഴിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? വയറ് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലായോ? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ, വചനം എന്ന മായമില്ലാത്ത പാൽ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇത് ഗുണമില്ലാത്തതല്ല, ഇത് ഗുണമുള്ളതാ. ഇത് കുടിച്ചാൽ വളർച്ച ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വളർച്ച ഉണ്ടാക്കുന്ന വചനം എന്ന ഈ പാല് കുടിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ അകത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, പ്രൈസ് ദി ലോർഡ്, ഇതെന്ത് ചെയ്യണം? നീക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? ആമേൻ. നമ്മൾ ആരും കൊലപാതകളല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരും കൊന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇരിക്കുന്ന ചില കാര്യങ്ങൾ ദുഷ്ടത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ എടുത്തു കളയുകയാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ വചനം നിറയുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. വചനം നിറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? ഒരു വളർച്ച സാധ്യമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം വളരെയധികം പ്രാധാന്യതയുണ്ട്. കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്കിതൊരു അനുഭവമാണ്. ആര്? യേശു കർത്താവ്. എപ്പോഴാണ് അനുഭവിച്ചത്? നമ്മെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അവൻ വിടുവിച്ചെടുത്തപ്പോ, വീണ്ടും ജനനം തന്നപ്പോ, ആമേൻ, രക്ഷ സാധ്യമായി തീർന്നപ്പോ നമ്മൾ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവരാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ആമേൻ. ആത്മീയ വളർച്ചയുള്ളവരായി തീരുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം എന്ന പാല് കുടിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. വചനം എന്ന പാല് നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ശക്തീകരിക്കണമെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് വേണ്ടെന്നാണ് ഇന്നലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അകത്തിരിക്കുന്ന ആ കാര്യങ്ങളെ നമ്മൾ നീക്കിക്കളയുവാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കുന്നുവെങ്കിൽ അവിടെ വചനത്തിന് നമ്മുടെ അകത്തളങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൂത് മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുകയാ, വീണ്ടും ജനനം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ പ്രത്യാശയിൽ നമ്മൾ ഇരിക്കുകയാ. കർത്താവ് വരൂ, നമ്മെ ചേർത്തുകൊള്ളും എന്നുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ഈ പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ വചനത്തിന് നമ്മളോട് പറയുവാനുള്ളത്, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിക്കളയാൻ ഇടവരുന്നുവെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാല് ആമേൻ നമുക്ക് കുടിച്ചുകൊണ്ട് ആത്മീയ വളർച്ച ആമേൻ പ്രാപിക്കുവാൻ ഇടവരും എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 4-ാമത്തെ വാക്യം തൊട്ട് ശ്രദ്ധിച്ചേ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായി ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ
പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ തള്ളിയ കല്ല്, ഹല്ലേലൂയ. ആരെ തള്ളി? യേശു കർത്താവിനെ തള്ളി. ആര് തള്ളി? ആമെ സ്വന്തം ജനം തള്ളി. എന്നാല് ദൈവം അവനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമെ കോർണർ സ്റ്റോൺ ആക്കി, പ്രൈസ് ദി ലോർഡ്. മൂലക്കല്ലാക്കി, ആണിക്കല്ലാക്കി അവനെ തീർത്തു. പ്രൈസ് ദി ലോർഡ്. ആ ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വന്നപ്പോൾ നമുക്ക് എന്തുണ്ടായി? ജീവൻ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മിൽ എന്താണ് വ്യാപരിക്കേണ്ടത്? ജീവൻ വ്യാപരിക്കണം. ഹല്ലേലൂയ. ഈ ജീവൻ എങ്ങനെയാ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അടുത്തു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനത്താല് ആമേൻ നമ്മൾ എന്ന കല്ലിനെ ആമേൻ കൊത്തി ഒരുക്കി രൂപാന്തരപ്പെടുത്തി ആമേൻ ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു കല്ല് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന 100 കല്ലുകളെ ഒരുമിച്ച് ആമേൻ രൂപാന്തരപ്പെടുത്തി ജീവിപ്പിച്ച് ഒന്നിനോട് ചേർത്ത് ഒരു ആത്മീയ ഗൃഹം ഇവിടെ പണിതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഈ ആത്മീയ ഗൃഹം എന്നറിയാമോ? എന്റെ ദൈവത്തിന് വസിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആമേൻ. ഈ ഇഷ്ടികയും സിമന്റും കൊണ്ട് ഉണ്ടാക്കിയ ഈ ബിൽഡിങ്ങിനകത്തല്ല ദൈവസാന്നിധ്യം വരുന്നത്. ദൈവസാന്നിധ്യം എവിടെയാ വരുന്നത്? ദൈവസാന്നിധ്യം എന്റെയും നിങ്ങളുടെ അകത്ത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തു എന്ന കല്ലിനോട് ചേർന്ന് ആമേൻ ഐക്യതയോടെ, സ്നേഹത്തോടെ, ആത്മശക്തിയോടെ ഒരുമിച്ച് ആയിരിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിങ്കല് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് അധിവസിക്കുമെന്ന് വചനശക്തമായിട്ട് ജീവിതങ്ങളോട് വിളിച്ചു പറയുക. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മഹത്വം കൊടുത്തോണം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. കാരണം ആമേൻ, ഇത് ആമേൻ ജീവനില്ലാത്ത കല്ലുകളല്ല, ഇത് ജീവൻ വ്യാപരിക്കുന്ന കല്ലുകളാ. ഇത് ജീവൻ വ്യാപരിക്കുന്ന കല്ലുകളാ. ആമേൻ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റീവാന ശൗഡവനഗദരജാരസ്യ. എത്ര പേർക്ക് മനസ്സിൽ? ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ജീവിക്കപ്പെടും. പ്രൈസ്. പിന്നെ മരിച്ചതുപോലെ ഇരിക്കത്തില്ല, പിന്നെ നിരാശപ്പെട്ടിരിക്കത്തില്ല, പിന്നെ ഹൃദയ കഠിനത്തോടെ ഇരിക്കത്തില്ല. ആമീൻ. ഇതിനോട് ചേർന്നാൽ ജീവൻ വന്നിരിക്കും. പ്രൈസ്. എത്ര പേർക്ക് മനസ്സിലാകും? ക്രിസ്തുവിനോട് യഥാർത്ഥത്തിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തളങ്ങളിൽ ജീവൻ വ്യാപരിച്ചിരിക്കുമെന്ന് ദൈവത്തിന്റെ ആലോചന വ്യക്തമായി വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ലോഹത്തിന്റെ ദണ്ട് തീക്കകത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പിടിക്കുന്നിടത്ത് ചൂടൊന്നും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ ഈ പിടിക്കുന്ന കൈ ചൂടാകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഇതിനകത്തൂടെ ഈ ഹീറ്റ് ആമേൻ ആഗിരണം ചെയ്ത് ആമേൻ അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിനോട് ചേർന്നാൽ ഈ കല്ല് ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. ആമേൻ. ജീവൻ വ്യാപരിച്ച കല്ലുകള് ഒരുമിച്ച് ഒന്നിനോട് ചേർന്നിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ആമേൻ. ക്രിസ്തുവിലൂടെ ആ ജീവന് ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളിലേക്ക് ആമേൻ വ്യാപരിക്കുവാൻ ഇടവരും, വെളിപ്പെടുവാൻ ഇടവരും. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവൈതലേ, നിന്റെ ഹൃദയത്തിന്റെ ആ കാഠിന്യം ഒന്ന് മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ അനുദപിക്കേണ്ടതുപോലെ അനുദപിച്ച, കണ്ണുനീരൊഴുക്കേണ്ടതുപോലെ കണ്ണുനീരൊഴുക്കിയ നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് നീക്കിക്കളയേണ്ടതിനെ ഇന്നു പകൽക്കാലം നീക്കിക്കളഞ്ഞാൽ ആമേ ദൈവശക്തി വ്യാപരിക്കുന്ന ഇടത്ത് നീ മാത്രം ജീവനില്ലാത്ത കല്ലുപോലെ മാറിക്കിടക്കേണ്ട വരത്തില്ല. ഇന്നു പകൽക്കാലം നിന്നെയും ജീവിപ്പിക്കുവാൻ അത് ശക്തിയുള്ളതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ദൈവമക്കൾ, ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നാൽ ജീവനുള്ള ആത്മീയ ഗൃഹമാക്കി പണിയപ്പെടുന്ന ഇവിടെ ദൈവസ്ഥാനത്ത് വെളിപ്പെടുന്നു. അതിനകത്ത് നമുക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ശുശ്രൂഷ? വിശുദ്ധ പുരോഹിത വർഗമായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
രാജകീയ പുരോഹിത വർഗവും. പ്രൈസല്ലോ. ആദ്യം നമ്മൾ കേട്ടത് എന്താ? വിശുദ്ധ പുരോഹിത. രണ്ടാമത് കേട്ടത് എന്താ? രാജകീയ പുരോഹിത വർഗം. പ്രൈസല്ലോ. പഴയ നിയമത്തില് ഒരു രാജാവിന് ഒരിക്കലും പുരോഹിതനാകാൻ അനുവാദമില്ലായിരുന്നു. പുരോഹിതനാകാൻ ശ്രമിച്ച ശൗലിനും ഉസിയ രാജാവിനും ഒക്കെ സംഭവിച്ചത് എന്താണെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസല്ലോ. എന്നാൽ പുതിയ നിയമത്തിൽ രാജാവായും പുരോഹിതനായിട്ടും ആരെയാ കാണിക്കുന്നത്? യേശു കർത്താവിന്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം മൽക്കീസദേക്കിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ രാജാവുമാണ്, പുരോഹിതനുമാണ്. പ്രൈസല്ലോ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താ? ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ പുരോഹിത വർഗമായി ആ കർത്താവിനോട് ചേർന്ന് നിന്ന് ആത്മീയ യാഗം കഴിക്കേണ്ട ഉത്തരവാദിത്വമാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്നത്. പ്രൈസലോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആമേൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഓരോരുത്തരും പുരോഹിതരാണ്. അതാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ആത്മീയ സത്യം. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അർപ്പിക്കേണ്ട യാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി വചനം പറയുന്നുണ്ട്. പെട്ടെന്ന് വായിക്കാമോ? റോമലേഖനം 12-ന്റെ 1-ാമത്തെ വേദഭാഗം ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ മതി. റോമലേഖനം 12-ന്റെ 1-ാമത്തെ വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങളുടെ ശരീരങ്ങളെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പുരോഹിത വർഗമാണ്. നമ്മൾ എന്താണ് യാഗമായിട്ട് അർപ്പിക്കേണ്ടത്? നമ്മുടെ ശരീരങ്ങളെ. പ്രൈസലോ. ആമേൻ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ യാഗമായി സമർപ്പിക്കുകയാ. യാഗമായിട്ടൊരു യാഗവസ്തുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കുള്ളതാണ്? അത് സർവശക്തനായ ദൈവത്തിനുള്ളതാണ്. പ്രൈസലോ. എൻ്റെ ശരീരങ്ങളെ ഹല്ലേലൂയ ഞാൻ എന്ത് ചെയ്യുകയാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിനെ, എൻ്റെ കയ്യെ, എൻ്റെ കാലെ, പ്രൈസലോ, എൻ്റെ ചിന്തകളെ ഞാൻ എവിടെ സമർപ്പിച്ചു? എൻ്റെ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ചു. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇത് ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ദൈവസന്നിധി യാഗമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പിന്നെ ലോകത്തിന് വേണ്ടി, എൻ്റെ ജഡത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കുവാൻ അനുവാദമില്ല. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. എന്നെ യാഗമായി സമർപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പോകുകയല്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലകളിൽ എന്നെ ഞാൻ പൂർണ്ണമായി യാഗമായി ദൈവസന്നിധി സമർപ്പിച്ചതാ. എന്നാൽ അതേ കണ്ണുകൊണ്ട് ഞാൻ ലോകത്തിലേക്ക് നോക്കി പാപം ചെയ്തു പോയിട്ടുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് ഞാൻ അടുത്തു വരുവാൻ ഇടവരണം. പ്രൈസലോ. നമ്മളെ ആ ദൈവത്തിന് വേണ്ട, നമ്മളെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഒരു യാഗമായിട്ട് സമർപ്പിക്കണം. അടുത്ത വാക്യം എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തെ ഹീബ്രു 13:15. പ്രൈസലോ. എബ്രായ ലേഖനം 13-ന്റെ 15-ാമത്തെ വേദഭാഗം. പ്രൈസലോ. സ്തോത്രം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നു. പ്രൈസലോ. ആമേൻ. ഏത് യാഗമാണ് നമ്മൾ അർപ്പിക്കേണ്ടത്? ആദരഫലം എന്ന സ്തോത്രയാഗം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവമക്കളെ നമ്മുടെ നാവ് ഹല്ലേലൂയ വെച്ച് വാ തുറന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതൊരു യാഗമായിട്ട് ദൈവം സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഒന്നും കൂടെ വ്യക്തമായി പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ആ അധരങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം
പറഞ്ഞ ദൈവത്തിനൊരു മഹത്വം കൊടുത്താൽ അതൊരു വലിയ യാഗമായി ദൈവം സ്വീകരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. അതുകൊണ്ട് ദൈവമക്കൾ മനസ്സിലാക്കിക്കൂ, ആമേൻ, ലഭിക്കുന്ന സമയങ്ങളൊക്കെ ആമേൻ ശുദ്ധീകരണത്തോടെ ആമേൻ ദൈവത്തിന് സ്തുതി അർപ്പിക്കണം, സ്തോത്രം അർപ്പിക്കണം. അതൊരു യാഗമായിട്ട് ദൈവം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമെന്ന് വചന ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 13:16 അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. എബ്രായ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതെന്താണ്? ഒരു യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതര ഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കണം, നന്മ ചെയ്യണം, കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളോട് പറഞ്ഞു, ഞാനും പുരോഹിത വർഗത്തിലേക്ക് ദൈവം എന്നെ ഉയർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ എന്റെ ഡ്യൂട്ടി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, പാസ്റ്റർ അല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത്? അല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് പറയുവാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ ഒന്നാമത്തെ ഡ്യൂട്ടി? നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. യാഗമായിട്ട് സമർപ്പിക്കുക. എന്താ ഡ്യൂട്ടി? ആദര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്താ ഡ്യൂട്ടി? നന്മ ചെയ്യണം. ഹല്ലേലൂയ. കൂട്ടായ്മ കാണിക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഫിലിപ്പിയ ലേഖനം 4:18 വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെയും ഒരു യാഗത്തെ കുറിച്ച് ആമേൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗവും വിടുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെ ദൈവം ആമേൻ പ്രൈസ് ദി ലോർഡ് പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ. ദൈവത്തിന്റെ ആലയത്തിനകത്ത് അപ്പോൾ എല്ലാവരും എന്താണ്? പുരോഹിതന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ മാത്രമല്ല പുരോഹിതൻ, എല്ലാവരും പുരോഹിതരാണ്. നമുക്കൊരു വലിയ ആത്മീയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ഇവിടെ ഇരിക്കുന്ന 100 പേര് ആദരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ ഈ ദേശത്തിന്റെ അന്ധകാര ശക്തികള് ഇളകി മാറുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ആമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാവിന് ദൈവം ശക്തി തന്നിട്ടുണ്ട്, നമ്മുടെ നാവിന് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കള്, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, കുറവുകളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആദരം തുറന്ന ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം എന്ന് പറയുകയാണെങ്കിൽ അതൊരു യാഗമായിട്ട് ഇന്ന് പകൽക്കാലം ദൈവം സ്വീകരിക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്ന ദൈവമക്കൾ? നമ്മൾ ഇതിന്റെ അധികാരം ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുമിച്ച് ആർപ്പിട്ടാൽ എരിഹോ മതിൽ ഇടിയും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാവിനൊരു ശക്തി ഉണ്ട്. സ്തോത്രം പറഞ്ഞാൽ, സ്തുതി പറഞ്ഞാൽ, ഇത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നാമ മഹത്വം ഉണ്ടാകുമെന്ന് തിരുവചന ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം തൊട്ട് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവന് വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയും ആക്കി തീർത്തു. അവർ വചനം അനുസരിക്കായകൊണ്ട് ഇടറിപ്പോകുന്നു, അതിനവരെ വച്ചുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. എവിടെ നിന്നാണ്? അന്ധകാരത്തിൽ നിന്ന്. എങ്ങോട്ട്? തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. എന്തിനാണ് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം ആകുന്നു. ഹല്ലേലൂയ. ഒരു രാജ്യത്തിന്റെ
പ്രജകളായി നമ്മൾ തീർന്നിരിക്കുകയാണ്. പ്രൈസലോ. എന്താണ് നമ്മളെ വിളിച്ച് ഒരു രാജ്യത്തിന്റെ പ്രജകളാക്കി തീർത്തതിന്റെ പിന്നിലെ ഉദ്ദേശം? വിളിച്ചവന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? പ്രൈസലോ. വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഈ കല്ല് ഒന്നിനോട് ചേർന്നിരുന്ന് ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കും. പ്രൈസലോ. വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ഉത്തരവാദിത്വം, ഒരു പുരോഹിത ശുശ്രൂഷ, അത് ദൈവ വചനപ്രകാരം നമ്മൾ ചെയ്യുവാൻ ഇടവരും. പ്രൈസലോ. വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കുന്നവരായി തീരും. പ്രൈസലോ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുവാൻ ഇടവന്നു? പ്രൈസലോ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം വളരെ ശക്തമായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. ഒരു കുടുംബത്തിലെ സഹോദരങ്ങളെ പോലെ സാഹോദര്യ പ്രീതിയില്, പരസ്പര സ്നേഹത്തില് ഒരുമിച്ച് വർദ്ധിക്കുവാൻ, ആമേൻ, യഹൂദനെന്നോ യവനെന്നോ ആമേൻ വ്യത്യാസമില്ലാതെ ആമേൻ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുകയാ. അതുമാത്രമല്ല, ജീവനുള്ള കല്ലാകുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നാം അടുത്തു വന്നിട്ട് ജീവനുള്ള കല്ലുകളായി ആമേൻ ഒരു ആത്മീയ ഗൃഹമായി പണിയപ്പെട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കോട്ടയം പട്ടണത്തിനകത്ത് വഹിക്കുന്നവരായി നമ്മൾ തീർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടം കൊണ്ട് തീരുകയല്ല, ഈ ആലയത്തിനകത്തൊരു പുരോഹിത ശുശ്രൂഷ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ്? എന്റെ ശരീരത്തെ തന്നെ ഞാൻ എന്ത് ചെയ്യുക? യാഗമായിട്ട് സമർപ്പിക്കുകയ. കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരുമ്പോ നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം: ദൈവമേ, എന്റെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ, എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ, എന്റെ കണ്ണിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്റെ കൈകാലുകളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ആമേ. ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയിലേക്ക് എന്നെ തന്നെ അർപ്പിക്കുവാ ഇന്ന് പകൽക്കാല സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആദരഫലം എന്ന സ്തോത്രയാഗ ദൈവത്തിന് സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കുക. ആമേൻ. ലഭിക്കുന്ന സമയങ്ങളിൽ നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക. അത് ദൈവം നമ്മളോട് പറയുന്ന ആത്മീയ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളെ ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ തന്നെ നമ്മളെ രാജ്യത്തിന്റെ പ്രജയാണ്. ഹല്ലേലൂയ. ആ പ്രജയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആരാണ് നമ്മളെ വിളിച്ചത്? അവന്റെ സൽഗുണങ്ങളെ ഇന്നു പകൽക്കാലം ഘോഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു സത്യമുണ്ട്. ഇന്നലകളിൽ ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് പരിഹരിക്കുവാൻ കഴിയാത്തൊരു പാപമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ഞാൻ ദോഷിയായിരുന്നു, അരിഷ്ട മനുഷ്യനായിരുന്നു. എന്റെ ജഡത്തിനകത്ത് പല വിരൂപ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആമേൻ, എനിക്കത് പരിഹരിക്കുവാൻ കഴിയാതിരുന്നപ്പോ എനിക്ക് വേണ്ടി 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് ഒരുവൻ കാൽവറി ക്രൂശിൽ മരിക്കുവാൻ ഇടവന്നു. അവന്റെ രക്തത്തുള്ളികൾ എനിക്ക് വേണ്ടി ഒറ്റിത്തരുവാൻ ഇടവന്നു. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഹല്ലേലൂയ എനിക്കൊരു വീണ്ടും ജനനം സാധ്യമായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ വിളിച്ചു പറയേണ്ട സത്യം എന്താണ്? ആമേൻ. ഒരു വീണ്ടും ജനനം പ്രാപിച്ച ദൈവ രാജ്യത്തിന്റെ അംഗമായി തീരുവാൻ കഴിയൂ. ഒരു വീണ്ടും ജനനം പ്രാപിച്ചാൽ ആത്മീയ ദൗത്യങ്ങളുമായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരൂ. ഒരു വീണ്ടും ജനനം പ്രാപിച്ചാൽ ആ അനന്ത നിത്യത ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേരിന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കുന്നു? ആമേ. പഠിക്കുന്ന സ്കൂളിലാകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകട്ടെ, ബിസിനസ് ചെയ്യുന്ന മേഖലയിലാകട്ടെ, പാർക്കുന്ന ഇടത്താകട്ടെ, ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കുന്ന സന്തോഷം എന്ത് തന്നെയാണെങ്കിലോ അത് പറയുവാൻ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചർച്ചക്കാർ വിശ്വാസത്തിലേക്ക് വരാത്തവരുണ്ടായിരിക്കുക. ആമേ. പ്രൈസ് ദി ലോർഡ്. അല്പസമയം ആമേ കണ്ടെത്തി ആമേ ചെറുതായിട്ട് അവരൊന്ന് വിസിറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. അവരുടെ കുശല അന്വേഷണങ്ങൾ അന്വേഷിക്കണം. ആമേൻ. അന്ന് സുവിശേഷം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആമേ. വീണ്ടും 1-2 പ്രാവശ്യം ആമേ സമയബന്ധിതമായി ഇവിടെ കടന്നു എന്ന് ലഭിക്കുന്ന
ഇരിക്കുന്ന ഒരിടത്ത് ആമേ പ്രാർത്ഥനയോടെ പോയാൽ യേശുവിനെ പ്രസന്റ് ചെയ്യുവാൻ നമുക്കൊരു അവസരം ലഭിക്കും. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു രൂപാന്തരം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് അവസരങ്ങളുണ്ട് ദൈവമക്കളെ. എനിക്ക് ഡ്യൂട്ടിയൊന്നും ഇല്ലെന്ന് നമ്മൾ ചിന്തിച്ച ഒരു ഡ്യൂട്ടി ഇല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒരുങ്ങുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് ആഹ്വാനം തരികയാണ്. പ്രൈസ് ദി ലോർഡ്.